ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മാജിക് റെസിപ്പീസ്. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഒരു ജ്യൂസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള, വളരെ സിമ്പിളായിട്ടുള്ള ഒരു ജ്യൂസ്. അതിനുവേണ്ടി നമ്മൾ ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്, പഞ്ചസാര എടുത്തിട്ടുണ്ട്, കാഷ്യൂ നട്ട് എടുത്തിട്ടുണ്ട്. ഇത്രയും 3 ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമുക്ക് ഈ ജ്യൂസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട്. ഇത് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും. നല്ല ഒരു റീഫ്രഷായിട്ട് ഫീൽ ചെയ്യുന്ന വളരെ സ്വാദേറിയ ഒരു ജ്യൂസാണ്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കി തുടങ്ങാം. ആദ്യം തന്നെ നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് മിക്സി എടുക്കാം. മിക്സിയിലേക്ക് നമുക്ക് ചെറുനാരങ്ങ പിളർന്നിട്ട് ഇതാ ഇങ്ങനെ കണ്ടോ, തോല് മാറ്റി അതിൻ്റെ അല്ലികൾ മാത്രമായിട്ട് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ നടുകെ മുറുക്കിയാണെങ്കിൽ നമുക്കിതുപോലെ ചെറിയ ചെറിയ പീസ് പെട്ടെന്ന് അടർത്തിയെടുക്കാനായിട്ട് എളുപ്പമായിരിക്കും. കണ്ടോ, വിട്ടു പോകാതെ 4ആയിട്ട് കട്ട് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം ഓരോരോ പീസ് അടർത്തിയെടുക്കുക. 2 ചെറുനാരങ്ങ മതിയാവും കേട്ടോ. നമ്മളിതിപ്പോൾ 4 പേർക്ക് കുടിക്കാൻ പറ്റുന്ന അളവിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് 2 ചെറുനാരങ്ങ, അത്യാവശ്യം നീരുള്ള കുരുയില്ലാത്ത ചെറുനാരങ്ങ 2 എണ്ണം മതിയാകും. എല്ലാ അല്ലികളും നമ്മൾ അടർത്തിയിട്ടു. ഇനി ഇതിലേക്ക് നമുക്ക് കാഷ്യൂ നട്ട്സ് ഇട്ട് കൊടുക്കാം. കശുവണ്ടി ഇട്ട് കൊടുക്കാം. കശുവണ്ടി ഒരു 10-15 എണ്ണം മതിയാകും. ഞാനിവിടെ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. ഒരു 15 അല്ലി കാഷ്യൂ നട്ട്സ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം മധുരം ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാരയുടെ അളവ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന മധുരത്തിൻ്റെ അളവ് അനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം ഒരു 1/4 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് അരഞ്ഞ് കിട്ടണം. അതുകൊണ്ട് ആദ്യം നമ്മളിത് അരയ്ക്കുന്ന സമയത്ത് വെള്ളം കൂടുതൽ ഒഴിച്ചു കൊടുക്കരുത്. ഇപ്പോൾ നല്ലപോലെ നമ്മൾ അരച്ചെടുത്തു. അത്യാവശ്യം നന്നായി തന്നെ അരച്ചെടുക്കണം കേട്ടോ. നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കാം. കണ്ടോ, നല്ല പോലെ അരിച്ചെടുക്കാം. ഒട്ടും തരിയില്ലാതെ തന്നെ നമുക്കിത് അരിച്ചെടുക്കാം. കുരു ഇല്ലാത്തതായിരിക്കണം ചെറുനാരങ്ങ. കുരു ഉള്ളതാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കുരു അതിൻ്റെ അടർത്തി കളഞ്ഞിട്ട് വേണം അതിൻ്റെ അല്ലികൾ അടർത്തിയിടാൻ കേട്ടോ. അല്ലെങ്കിൽ കയ്പ്പ് വരും കുരു കൂടിയിട്ട് അരഞ്ഞു വരുന്ന സമയത്ത്. ഇനിയിപ്പോൾ നമുക്ക് അരിച്ചെടുത്ത ഈ ഒരു പനീയം കുറച്ച് വെള്ളത്തിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ അത്യാവശ്യം കുടിക്കാൻ പാകത്തിലുള്ള തണുത്ത വെള്ളമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഐസ് ക്യൂബ്സ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക്, കുഴപ്പമില്ല. ഞാനിവിടെ തണുത്ത വെള്ളം എടുത്തത് കൊണ്ടാണ് ഐസ് ക്യൂബ്സ് ഇടാത്തത്. തണുത്ത വെള്ളമാണ് ഉത്തമം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലെല്ലാം കൂടി മിക്സ് ചെയ്ത് നമ്മളിപ്പോൾ ചേർക്കുന്ന ആ സമയത്ത് കിട്ടുന്ന ആ ഒരു സ്വാദ് ഐസ് ക്യൂബ്സ് ഇടുമ്പോൾ അത് കുടിക്കുന്ന സമയത്ത് ഐസിൻ്റെ ഒരു പച്ചവെള്ളത്തിൻ്റെ ടേസ്റ്റ് വരും. അതിലും നല്ലത് എപ്പോഴും തണുത്ത വെള്ളം തന്നെ എടുക്കുന്നതാണ്. മധുരമൊക്കെ പാകം നോക്കാം. ഏകദേശം നമുക്ക് നല്ല മധുരത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. മധുരം കുറയ്ക്കണമെന്നുള്ളവർക്ക് വേണമെങ്കിൽ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. നമ്മളിങ്ങനെ അരിച്ചെടുക്കുക. അതിനുശേഷം വെള്ളത്തിലേക്ക് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ഗ്ലാസ്സിലോ ബോട്ടിലോ ആക്കി സെർവ് ചെയ്യാം. വളരെ പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത്, നല്ല ചൂടത്തു നിന്നൊക്കെ കയറി വരുന്ന സമയത്ത്, വെയിലത്തു നിന്നൊക്കെ കയറി വരുന്ന സമയത്ത് നമുക്ക് ഇത് വളരെ ടേസ്റ്റി ആയിട്ട് റീഫ്രഷ് ആയിട്ട് കുടിക്കാൻ പറ്റുന്ന ഒരു പാനീയമാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ചെറിയ ഒരു പുളിപ്പ് രസവും നല്ല ഒരു കാഷ്യൂ നട്ട്സിൻ്റെ ടേസ്റ്റും പഞ്ചസാരയുടെ മധുരവും എല്ലാം കൂടി കൂടിയിട്ട് വളരെ ടേസ്റ്റി ആയൊരു ഡ്രിങ്കാണ്. അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. കുഞ്ഞുമക്കൾക്കൊക്കെ വളരെ ടേസ്റ്റി ആയിട്ട് നമുക്കിത് കൊടുക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്കാണ്. ഒരു ഹാനികരമായ ഒന്നും ഇതിൽ നമ്മൾ ചേരുന്നില്ല. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും തരാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. ഇതുപോലുള്ള നല്ല നല്ല ഡ്രിങ്കായിട്ട് നമുക്ക് എല്ലാ ആഴ്ചയും ഒരു വീഡിയോ ഉണ്ടാകുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലിൻ്റെ കൂടെ തന്നെ സപ്പോർട്ടീവായിട്ടുണ്ടാവുക. താങ്ക് യു വെരി മച്ച്.